ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ആരാധ്യ കെ. അപ്പം നമ്മളിതാ ഒരു സംഭവം ഇവിടെ ആക്കിയിട്ടുണ്ട്, മൈ ഗെയിം ബുക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെപ്പായിട്ടാണ് ഞാൻ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തും, അതുകൊണ്ട് നിങ്ങൾ പാർട്ട് 2 എന്തായാലും കാണണം, മറക്കരുത്. അപ്പോൾ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, തുടങ്ങിയപ്പോൾ തന്നെ നമ്മളിതാ ഇതുപോലൊരു പിക്ചർ കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പസിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു പസിലാണ് നമ്മൾ പൂരിപ്പിക്കേണ്ട ഒരു പസിലാണിത്. അപ്പോൾ നമുക്ക് പൂരിപ്പിച്ചാലോ? ഫസ്റ്റ് നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് പ്ലേസിലായിട്ട് ഇങ്ങനെ വെക്കണം. അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ കറക്റ്റ് പ്ലേസിലായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ഇതാണ് നമ്മുടെ ഗെയിം വരുന്നത്. ഇങ്ങനെയാണ്. ഇത് ഒരു അലങ്കോലമായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളിത് കറക്റ്റായിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി ചെയ്തെടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡോറിമോനെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കിഡ് ഗെയിമിലത്തെ ആളി നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ പറയാം. ഇനി നമുക്കിനി അടുത്ത ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അടുത്ത ഗെയിം ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഒരു പസിൽ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പ്ലേസിലാണ്. അപ്പം ഞാൻ കറക്റ്റ് പ്ലേസിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിത് കറക്റ്റ് പ്ലേസിലാക്കണം. അപ്പം നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ കറക്റ്റ് പ്ലേസിലല്ല ഉള്ളത്. പുട്ട് ഓൺ ദ എക്സാക്റ്റഡ് പ്ലേസ്, അതായത് കറക്റ്റ് പ്ലേസിലായിട്ട് ഇത് വെക്കണം. അപ്പം നമുക്കിത് നോക്കാം, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് 3 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ കറക്റ്റ് പ്ലേസിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മൊത്തം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ഇങ്ങനെ വെച്ചുകൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. പ്ലീസ് ഹെൽപ്പ് ഷീ. അപ്പോൾ ഇത് ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാം. ഗൈസ്, അങ്ങനെ അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഗെയിം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടഫാണ്, ഇത് ലോജിക്കലാക്കിയിട്ട് ചിന്തിക്കേണ്ടതാണ്. ഹെൽപ്പ് ദ പിഗ്. ഈ ഒരു പിഗിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നതാണ് നമ്മളുടെ ജോലി. അപ്പം നമുക്ക് നോക്കാം. ഇല്ല, അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നമ്മളിതാ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ എത്തി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളത് പിഗ് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഗെയിം ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫിനിഷ് പോയിൻ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പം ഞാൻ നേരെ വൈകിപ്പിക്കുന്നില്ല. ഇവർ 3 പേരുമാണ് ആ ഗെയിമിന് പങ്കെടുക്കുന്നത്. ഈ ഡൈസ് ഇങ്ങനെ ഇടും. എന്നിട്ട് ആർക്കാണോ ഫസ്റ്റ് കിട്ടുന്നത് അവരിങ്ങനെ നീങ്ങിപ്പോവും. ഇങ്ങനെ ഇട്ടിട്ട് ഫിനിഷ് പോയിന്റിൽ എത്തുന്നവരാണ് ജയിക്കുക. അപ്പോൾ ഇതാണ് ഗെയിം. നിങ്ങൾ തുടർച്ചയായി കണ്ടോളൂ. ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ ഒരു ബ്ലൂ കുട്ടൻ ജയിച്ചിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇവനാണ് എത്തിയത്. ഇനി നമുക്ക് സെക്കൻഡും തേർഡും ആരാണ് എത്തുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഇവനാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇപ്പം ഇവനാണ് കേട്ടോ ജയിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഇവനെ മാറ്റി വയ്ക്കാം. ബാക്കി ഉള്ളവർ തുടർച്ചയായി കളിയട്ടെ. ഇവരിപ്പോൾ 2 പേരും ടൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ ആര് ജയിക്കും നമുക്ക് നോക്കാം. ഇതിപ്പോൾ 2 ഇതിന് വീണിട്ടുള്ളത്. അപ്പോൾ ഇനി 2 എണ്ണം കൂടി കഴിഞ്ഞ് ഇത് ജയിച്ചു. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് പ്രൈസ് നേടിയിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ ഈ ഒരു ഗ്രീനാണ് സെക്കൻഡ് പ്രൈസ്.
പിന്നെ നമ്മുടെ തേർഡാണ് ഇത്. ലാസ്റ്റാണ് നമ്മുടെ വയലറ്റ് വരുന്നത്. ഇത് കുറച്ച് എടുക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ. ലാസ്റ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു കളി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നേടിയിരിക്കുന്നത് ഇവനാണ്, സെക്കൻഡ് നേടിയിരിക്കുന്നത് ഇവനാണ്, തേർഡ് നേടിയിരിക്കുന്നത് ഇവനാണ്. അപ്പോൾ നമുക്ക് അടുത്ത കളിയിലോട്ട് പോവാം. ഗൈസ്, അടുത്ത കളി എന്ന് പറയുന്നത് ടിക് ടാക്ക് ആണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ എക്സോ എക്സ് കളിക്കില്ലേ, അതുപോലെ തന്നെയാണിത്. അപ്പോൾ ഗൈസ്, ഇത് 3 ജയിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചെറുതായി പോയിട്ടോ, ഇതിൻ്റെ ഒക്കെ ചെറുതായി പോയി. അത് പിന്നെ ആക്കിയതാണ് കേട്ടോ. അതപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ബ്ലൂ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കളി വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കളി ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇടും. അപ്പോൾ ഗൈസ്, ഇതാണ് അടുത്ത ഗെയിം. നമ്മൾ ലാസ്റ്റ് ഫൈനലുള്ള ഗെയിമാണ്. അപ്പോൾ ഇത് ഓരോന്നും ഉണ്ട്. ഇതിൽ മാച്ചിങ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. ഇത് പാർട്ട് 2 ഒന്നും അല്ല കേട്ടോ. ഇത് പാർട്ട് 1 തന്നെ കുറേ ഉണ്ടാവും. പാർട്ട് 1 തന്നെ ഇത് നിൽക്കും, പാർട്ട് 2 ഇല്ല. അപ്പോൾ കളി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരെണ്ണം തുറക്കും. ഇതുപോലെ തന്നെ വേറൊന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വേറെ ഒരെണ്ണം തുറക്കണം. ഇതുപോലെ തന്നെ ഇത് ഇപ്പോൾ നമുക്ക് അവക്കാഡോയാണ് കിട്ടിയിട്ടുള്ളത്. ഈ അവക്കാഡോ തന്നെ ഇതിൻ്റെ വേറെ തന്നെ സെയിം ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. ഇത് ഓറഞ്ചാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അതല്ല. അപ്പോൾ ഇതാണോ? ഓക്കെ. അപ്പോൾ നമുക്ക് 2 അവക്കാഡോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങ് മാറ്റി വയ്ക്കാം. ഇങ്ങനെയാണ് ഗെയിം വരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ ഭയങ്കര സൗണ്ടാണ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു പൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് പൂവാണ്. ഇതുപോലെ പൂ തന്നെ ഉള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓറഞ്ചാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അത് രണ്ടും അല്ല. നമ്മൾ നേരത്തെ ഓറഞ്ച് ഇവിടെ ഒരെണ്ണം കണ്ടായിരുന്നു, ഇതാണ് ഓറഞ്ച്. അപ്പോൾ നമ്മളിതാ ഓറഞ്ച് തുറന്നു. അപ്പോൾ നമുക്കിത് രണ്ടും കിട്ടി. അപ്പോൾ നമ്മളത് രണ്ടും മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മളിതാണ് തുറന്നത്, പൂവാണ്. അപ്പോൾ പൂ നമ്മളിതാ ഇവിടെ ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച്. ഇനി നമ്മൾ അടുത്തതായിട്ട് വരുന്നത് ഇത് രണ്ടുമാണ്, വാട്ടർമെലനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗെയിമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഗെയിംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ വീണ്ടും വരാം. ടാറ്റാ, ബ്ലൂം.